അപ്പോൾ ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഞങ്ങളിന്ന് തറവാട്ടിക്ക് വന്നിട്ട് വൈകുന്നേരത്തിന്. അപ്പോൾ ചേച്ചീൻ്റെ മോളെ ബർത്ത്ഡേ ആണ്, ഏട്ടൻ്റെ പെങ്ങളെ കുട്ടീൻ്റെ പിറന്നാളാണിന്ന്. അപ്പോൾ ഇവിടെ വെച്ച് പരിപാടി നടത്താമെന്ന് വിചാരിച്ചു. ഇന്നാണ് പിറന്നാൾ. നാളെ ഇവിടെ മാമൻ്റെ മോളെ 9ാം മാസത്തിൽ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ വലിയ പരിപാടിയാക്കി കഴിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിമാരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഒന്ന്. അപ്പോൾ ഇന്ന് ചെറിയ ചേച്ചീൻ്റെ മോളെ പിറന്നാളായിരുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മമ്മ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവളറിയാതെ ഇവിടെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓള് വരുമ്പോൾ ഞെട്ടണം. അപ്പോൾ ഞങ്ങൾ ബലൂണൊക്കെ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഒരു ബാത്തിക്ക് തന്നെ ചെയ്യേ രണ്ടാളും ഒരു ബാത്തിക്ക് തന്നെ ചെയ്യും. എല്ലാവരും കാര്യമായിട്ട് പണിയില്ല ഗൈസ്. എല്ലാവരും നല്ല കാര്യമില്ല പണിയിലാണ്. അമ്മേനെ കാണാനും പോലും ഇല്ല. അമ്മടെ ഇതൊന്നല്ല ഇജാണ് കത്തിരിക്ക അടുത്ത കളർ ഏതാ? ഓറഞ്ചാ? റോസ് ഇട്ടിട്ടേ വലിയ റോസ്. ഇത് റോസല്ല, ഇത് എന്തോ കാശിയേ ലൈറ്റ് റോസ്. മേമ ഇവിടെ ഒട്ടിക്കലൊക്കെ തുടങ്ങി. രസമുണ്ടല്ലോ, കളർഫുള്ളായല്ലോ. മേമന്റെ ഐഡിയ ഇത്. ഓ ഇതൊന്നും അറിയില്ല ഗൈസ്. നീതു മേമ ഉണ്ടാക്കിയതാണ് കേട്ടോ. തുളസി സഹായിക്കാൻ വന്നിട്ടുണ്ട്. മേമ ബലൂണൊക്കെ ഒട്ടിക്കാൻ തുടങ്ങി. കൊറേ ചാടണുണ്ട്, കൊറേ ഒട്ടണുണ്ട്. ബലൂൺ ഒട്ടിച്ചിട്ട് നിക്കണില്ല. അപ്പൊ തൊയിലൊക്കെ ഇട്ടിട്ട് പോവാണ് അത്ര. എല്ലാരും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതാക്കണ ഏട്ടനൊക്കെ ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ചേച്ചിൻ്റെ ഏട്ടത്തിയമ്മ, അമ്മ എല്ലാവരും ഉണ്ട്. ചെറിയ ചേച്ചീൻ്റെ കുട്ടീൻ്റെയാണ് കേട്ടോ പിറന്നാൾ. അപ്പം ഞങ്ങൾ അവർ വരുമ്പോഴത്തേക്കും സർപ്രൈസ് ആക്കി ഫുഡൊക്കെ ഒരുക്കാമെന്ന് വിചാരിച്ചു. വീട് തറവാട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണണേണല്ലോ അല്ലേ. തുളസി ഒരു അണ്ടിപ്പരിപ്പ് വാങ്ങടി. ദൈവേ തുളസി എന്ത്
അപ്പോൾ ചേച്ചി ഇത്ര പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല കേട്ടോ, വലിയ പരിപാടിയാണെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. അവർ കേക്ക് മുറിക്കാന്നേ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ അവർ വരുമ്പോൾ നമ്മൾ സർപ്രൈസ് കൊടുക്കും. അമ്മമ്മ വലിയ പരിപാടി നടത്തുകയാണ്. കരിഞ്ഞ രസം ഉണ്ടാവില്ലല്ലോ. അല്ല അതിനൊരു ഈ ഒരു കളറായില്ല, ഇത് ഒന്നും കൂടി വാങ്ങണം. കാശിയേ ഒന്ന് വാങ്ങിക്കൊണ്ടതാ, വല്യമ്മയ്ക്ക് ഒന്ന് വാങ്ങിക്കൊണ്ടതാ. കൂട്ടിത്തരാ ഞാനേ. ആയിക്കാണേ കാശിയേ. ആ എടുത്തമ്മയ്ക്ക് എടുക്കാല്ലേ, വളവാണ്. അപ്പോൾ ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ ഡെക്കറേഷൻ ചെയ്യാം. നിഖിലാണ് കേട്ടോ കൊണ്ടുവന്നേ. കുഞ്ഞാറ്റിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ബർത്ത്ഡേക്കാരി വരുന്നു. ബർത്ത്ഡേക്കാരി വരുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ചേച്ചിയെ? ചെയ്തേ ഇതാ കുട്ടികള് കണ്ടോ? ആരതൊക്കെ ഇങ്ങനെ ചെയ്തേ? അപ്പൊ ഞാൻ ഉണ്ടാക്കിയോ അല്ല ഒന്നുമല്ലല്ലേ, ഓരോന്നല്ല ഞാൻ ഉണ്ടാക്കിയതൊക്കെ. അങ്ങനെയല്ല, രണ്ട് കേക്കാണ്. ഇറങ്ങിക്കോ ഇറങ്ങിക്കോ, അങ്ങോട്ട് ഇറങ്ങിക്കോ. സത്യേട്ടാ കാട്ടിയൊന്നും വേണ്ടേ? സത്യേട്ടാ കടി വേണ്ടേ? ചായക്ക് കടി വേണ്ടേ? എടുത്തിമ്മ ഫോണും പിടിച്ച് നടക്കണോക്കെ ഒരു പണി എടുക്കോ. അത് കണ്ടോ? പൊട്ടിച്ച് കുപ്പിയിൽ വെച്ച് കൊടുത്തിരുന്നു. അതന്നെ ഷാജിയേട്ടൻ നോക്ക്, എല്ലാരും കാണാൻ വേണ്ടിട്ടോ. നോക്ക് എടീ കുറച്ചീച്ചേ. അല്ലത് പ്ലാവുക അതിനങ്ങനെയല്ല. മൊബൈൽ ഞാൻ പിടിച്ചിട്ട് നിങ്ങളല്ലേ വെക്കണത്, ഞാനല്ലല്ലോ. കുട്ടിയോട് ആ അതെ. പ്രിയേച്ചി ചിക്കൻ അമ്മ ഏതായാലും ഇതൊക്കെ നേരെ ഉണ്ടോ നോക്കിയാവും. കസാരയില് കുത്തിരിക്കണുണ്ടോ? അമ്മ അല്ല ആ ഏട്ടൻ ഏതായാലും തട്ടിടാൻ ഏട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. ഏതാ വളവെന്നറിയോ? ഏട്ടാ ഇങ്ങോട്ടോക്ക്, ഏട്ടാ ഇങ്ങോട്ടോക്കി. ബിരിയാണി തട്ടിടാൻ ഏട്ടൻ വന്നു, കഴിച്ചിലായി.
അതെന്താ പ്രിയച്ചിയെ അതെന്താ പ്രിയച്ചിയെ പൊടിയോ ആ മുത്തച്ഛിയെ പിടിക്ക് ആരെ വണ്ടി എന്റെ വണ്ടിയാണോ അല്ല എന്നാ കൊഴപ്പല്ല ഏട്ടാ അത് ഓർക്കെങ്ങാനും നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിണ്ടല്ലോ ഞങ്ങളെയൊക്കെ ഇത് തരാതെ വേണ്ട അങ്ങനെ ഒറ്റ അനിയത്തിക്ക് അങ്ങനെ തരണ്ട ആ എന്നെ പള്ളെല്ലാരും അത് കറക്റ്റ് ഏട്ടം കറക്റ്റ് ആണ് പറഞ്ഞത് പള്ളെല്ലാവർക്കും ഒരേ മാതിരിയാണ് അനിയത്തിന്റെ മാത്രമല്ല ഈ ഒരു രംഗത്ത് നിങ്ങൾ വലിയ വേണ്ട വേണമെങ്കിൽ ആ പാത്രമൊക്കെ ഒന്ന് കഴിക്കോളി അവിടെ കുറച്ച് പാത്രമൊക്കെ ഉണ്ടാക്കി കഴിക്കോളി ഞാൻ ചോറന്നെ തന്നെയല്ലേ പോകാണ് ഞാൻ എന്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പോകും ഫോൺ തന്നിട്ട് അങ്ങനെയാണ് എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കാണ് ബിരിയാണി ഒന്നാവാന്. എപ്പൊ തുടങ്ങിക്കണ്? 5 മണിക്ക് തുടങ്ങിക്കണ് ബിരിയാണി വെക്കല്. 9 മണിയായി ആയിട്ടില്ല. ഓരൊക്കെ പോകാല്ലതാണ്. പിന്നെ ലാസ്റ്റ് തലയില് പണി ഞാൻ തരും. തുളസി എന്നോട് തെറ്റിയതാണ് അല്ലേ? ആ ഹായ് പറഞ്ഞേ റിച്ചിട്ടൊക്കെ പറഞ്ഞ ഹായ് നല്ല ഉപ്പുണ്ടോ? മാമി എല്ലാരും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വല്യമ്മേന്റെ സാലഡ് ആട്ടത്. കല്ലോടെ ആ കല്ലുണ്ടോ? ഷാജിയേട്ടാ നിങ്ങൾ മാറി വീഡിയോ ഒക്കെ ഒന്ന് എടുക്കട്ടെ. കുട്ടിയൊക്കെ പ്ലേറ്റ് അതങ്ങനെ സമ്മാനം ദേവുട്ടിയെ അവിടുന്ന് സമ്മാനം എടുത്തു കൊടുക്കോക്ക്. ബേക്കിലുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു കുന്നാട്ടക്ക്.
ഈ കുട്ടിക്ക് അപ്പൊ തിന്നല്ലേ വല്ലാത്തൊരു ഛർദിയാണ് ഇപ്പൊ കാക്കി. കുറച്ച് കൊടുത്താൽ ഇത്തിരി മതിയോ അതിന്നോ അത് കുടിക്കണ്ട അടുത്താള് ഒരു എല്ലാരും കൊണ്ട് ഒന്നുകൂടി മുറിക്കാണ്ട് ബിരിയാണി പൊട്ടിക്കൽ തുടങ്ങിട്ടോ. വിളമ്പിക്കോളി വിളമ്പിക്കോളി. റൂപ്പേരന്റെ ഉള്ളില് ഞാൻ കൊടുക്കട്ടാ ഇറച്ചിന്റെ പാത്രം എവിടെ? അടുക്കട്ടെ കുറച്ച് എന്റെ ഭഗവാനെ, ഇത് അതല്ല ഇങ്ങള് മൂന്നാളും കൂടി തിന്ന എല്ലാതൊക്കെ എന്നാലും നിങ്ങളെ മുഖമൊക്കെ നിങ്ങളെ മുഖമൊക്കെ കാണണ്ടേ? എന്താ പറയാ, ഇത്രയും എല്ലുകൾ തിന്നതാണ്. അല്ലട്ടോ, പിന്നെ നിങ്ങളെ മുന്നിലില്ലെന്ന് കാശ് കൊണ്ട ചെലവുണ്ടാന്നോളിയോടെ. 4 കൂടി ഇരുന്ന് തിന്നാണ്ടേ. അതോടെ ലാസ്റ്റ് കുട്ടികൾ പരത്തിയ എന്തായാലും പോയത് ചേച്ചി ബിരിയാണി വെച്ചു അങ്ങനെ പരിപാടിയൊക്കെ അടിപൊളിയായി നടന്നു. അപ്പൊ ടാറ്റാ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.